നമസ്കാരം. ഇന്ത്യ അമേരിക്ക വ്യാപാര യുദ്ധത്തിനിടെ US പ്രതിനിധി ഇന്ത്യയിലെത്തുന്നത് മഞ്ഞുരുകലിന്റെ സൂചനയാണ്. ഇന്ത്യ US വ്യാപാര കരാർ ഇടക്കാലത്തേക്കെങ്കിലും യാഥാർത്ഥ്യമായാൽ ഇന്ത്യൻ ഓഹരി വിപണിയിലും അത് ചലനമുണ്ടാക്കും. അതേസമയം ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച റഷ്യ ഭീഷണികൾക്ക് വഴങ്ങാതെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഇന്ത്യയെ പ്രശംസിക്കുകയും ചെയ്തു. ഇന്ത്യയെ തകർക്കാനുള്ള ഒരു ശ്രമവും വിജയിക്കില്ല എന്ന മുന്നറിയിപ്പും റഷ്യ നൽകുകയാണ്. സമഗ്ര വാർത്തകളുമായി ടോപ് 10 തുടങ്ങുകയാണ്. ആദ്യം തലക്കെട്ടുകൾ. ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ച പുനരാരംഭിക്കാൻ വഴിയൊരുങ്ങുന്നു. അമേരിക്കൻ പ്രതിനിധി ഇന്ന് ഇന്ത്യയിലെത്തും. ഇന്ത്യയുമായുള്ള ബന്ധം തകർക്കാനാകില്ലെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം. ഭീഷണികൾക്ക് വഴങ്ങാതെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഇന്ത്യക്ക് റഷ്യയുടെ പ്രശംസ. പോലീസ് അതിക്രമങ്ങളിൽ മൗനം വെടിഞ്ഞ് മുഖ്യമന്ത്രി. പുറത്തുവന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളെന്ന് LDF യോഗത്തിൽ വിശദീകരണം. പഴയ കേസുകൾ കുത്തിപ്പൊക്കുന്നുവെന്ന് TP രാമകൃഷ്ണൻ. KSU നേതാക്കളെ മുഖംമൂടി ധരിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ വടക്കാഞ്ചേരി SHOയെ തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറ്റി. വഖഫ് നിയമ ഭേദഗതിയിൽ വിവാദ വകുപ്പുകൾക്ക് സുപ്രീം കോടതിയുടെ ഭാഗിക സ്റ്റേ. വഖഫ് ബോർഡിൽ 3-ൽ കൂടുതൽ അമുസ്ലിങ്ങൾ പാടില്ലെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച്. അന്വേഷണം നടക്കുമ്പോൾ വഖഫ് ഭൂമി അല്ലാതാകുമെന്ന വ്യവസ്ഥയ്ക്കും സ്റ്റേ. കോടതി വിധി മുനമ്പത്തെ ജനങ്ങളെ ബാധിക്കില്ലെന്ന് സമരസമിതി. ആശ്വാസവിധിയെന്ന് മുസ്ലിം ലീഗ്. വിവാദങ്ങൾക്കൊടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ. എപ്പോഴും പാർട്ടിക്ക് വിധേയനെന്നും ആരോപണങ്ങളിൽ അന്വേഷണം നടക്കട്ടെ എന്നും രാഹുൽ. മൗനം തുടർന്ന് VD സതീശൻ. നേതാക്കൾക്കെതിരായ സൈബർ ആക്രമണങ്ങളിൽ അന്വേഷണം നടത്താൻ KPCC. മാലിന്യ കൂമ്പാരമായി കൊല്ലം നഗരം. ശുചിത്വം പദ്ധതികളിൽ മാത്രം. നോക്കുകുത്തിയായി കൊല്ലം കോർപ്പറേഷൻ. ടോപ് 10 സ്പെഷ്യൽ. രാജ്യവ്യാപക SIR എങ്ങനെ തടയാനാകുമെന്ന് സുപ്രീം കോടതി. സംസ്ഥാനങ്ങൾ ഹർജി നൽകിയാൽ കേൾക്കുമെന്നും ഇപ്പോൾ ഉത്തരവ് നൽകാനാകില്ലെന്നും കോടതി. ഭരണഘടനാ ലംഘനം തെളിഞ്ഞാൽ SIR നിർത്തലാക്കുമെന്നും കോടതി. ദോഹ ആക്രമണത്തിൽ അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിൽ ഇസ്രായേലിന് രൂക്ഷ വിമർശനം. അറബ് മേഖല ഇസ്രായേലിന്റെ സ്വാധീനത്തിൽ വരില്ലെന്നും നെതന്യാഹുവിന്റേത് വ്യാമോഹമെന്നും ഖത്തർ അമീർ. അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി നാളെ ദോഹയിൽ. ഇന്ത്യൻ പേസർ മുഹമ്മദ് സിറാജിന് ICC അംഗീകാരം. ഓഗസ്റ്റിലെ മികച്ച താരമായി സിറാജ്. ഏഷ്യാകപ്പിലെ മാച്ച് റഫറിയെ മാറ്റണമെന്ന ആവശ്യവുമായി പാകിസ്ഥാൻ രംഗത്ത്. ഏഷ്യാകപ്പിൽ ഒമാനെതിരെ UAEക്ക് ജയം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ യൂറോളജി വകുപ്പിലേക്ക് ഉപകരണം വാങ്ങാൻ ആരോഗ്യവകുപ്പിന്റെ അനുമതി. 2 കോടിയുടെ ഉപകരണങ്ങൾ വാങ്ങാൻ അനുമതി ലഭിച്ചത് 2 വർഷങ്ങൾക്ക് ശേഷം. സ്റ്റോറി ഓഫ് ദി ഡേ. ചുവടുവെക്കട്ടെ ചുറുചുറുക്കോടെ. ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചകൾ വീണ്ടും തുടങ്ങുന്നു. മധ്യസ്ഥ ചർച്ചകൾക്കായി അമേരിക്കൻ പ്രതിനിധി ഇന്ത്യയിലെത്തും. വ്യാപാര വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുമായാണ് ചർച്ച. US ട്രേഡ് റെപ്രസെന്റേറ്റീവ് ബ്രണ്ടൻ ലിഞ്ചാണ് ചർച്ചകൾക്കായി ഇന്ത്യയിലെത്തുന്നത്. വ്യാപാര വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി രാജേഷ് അഗർവാളുമായി ബ്രണ്ടൻ ലിഞ്ച് ഔദ്യോഗിക ചർച്ചകൾ നടത്തും. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യക്കുമേൽ അമേരിക്ക ഏർപ്പെടുത്തിയ 50% താരിഫുകൾക്ക് പിന്നാലെ ചർച്ചകൾ വഴിമുട്ടിയിരുന്നു. വ്യാപാര യുദ്ധത്തിനിടെ US പ്രതിനിധി ഇന്ത്യയിലെത്തുന്നത് മഞ്ഞുരുകലിന്റെ സൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യ US ട്രേഡ് ഡീൽ ഇടക്കാലത്തേക്കെങ്കിലും യാഥാർത്ഥ്യമായാൽ അത് ഓഹരി വിപണിയിലും ചലനമുണ്ടാക്കും. ഇന്ത്യൻ കാർഷിക ക്ഷീരമേഖല തുറന്നുകിട്ടാനുള്ള US താൽപര്യമാണ് വ്യാപാര ചർച്ചകൾക്ക് പിന്നിൽ. US ഉന്നയിക്കുന്ന ഈ ആവശ്യത്തിന് കേന്ദ്ര സർക്കാർ അണുവിട പോലും വഴങ്ങിയിട്ടില്ല. അങ്ങനെ സംഭവിച്ചാൽ അത് ഇന്ത്യയിലെ കാർഷിക ഡയറി വിപണികളിൽ US ആധിപത്യത്തിന് കാരണമാകുമെന്നും കർഷകർക്ക് തിരിച്ചടിയാകുമെന്നും സർക്കാർ വിലയിരുത്തുന്നു. പകരം വാഹന മേഖലയടക്കം ചില വിഷയങ്ങൾ അമേരിക്കയ്ക്ക് തുറന്നു നൽകിയേക്കും. ഇരു രാജ്യങ്ങളും ഏതാനും മാസങ്ങളായി നിരവധി ചർച്ചകൾ നടത്തിയെങ്കിലും ഇടക്കാല വ്യാപാര കരാറിലെത്താൻ സാധിച്ചിരുന്നില്ല. അമേരിക്ക പിഴത്തീരുവ പിൻവലിക്കാതെ വ്യാപാര കരാറുമായി മുന്നോട്ടു പോകാൻ ഇന്ത്യക്കുമാവില്ല. ഒക്ടോബർ-നവംബർ മാസത്തോടെ കരാറിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കാനാണ് ഇരു രാജ്യങ്ങളും ലക്ഷ്യം വെക്കുന്നത്. അമേരിക്കയുമായുള്ള വ്യാപാര കരാറിനായി വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ അടക്കമുള്ളവർ അമേരിക്കയിലെത്തി നേരത്തെ ചർച്ച നടത്തിയിരുന്നു. പല വിഷയങ്ങളിലും ധാരണയായ ശേഷമാണ് ഇന്ത്യ അമേരിക്ക ബന്ധം വഷളായത്. ന്യൂസ് ഡെസ്ക്, അമൃത TV.
റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തെ തകർക്കാനുള്ള ഒരു ശ്രമവും നടപ്പാകില്ലെന്ന് മുന്നറിയിപ്പുമായി റഷ്യ. ഇന്ത്യയുമായുള്ള ബന്ധം സുസ്ഥിരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഭീഷണികൾക്ക് വഴങ്ങാതെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഇന്ത്യയെ റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രശംസിച്ചു. സുസ്ഥിരവും ആത്മവിശ്വാസത്തോടെയും മുന്നേറുന്നതാണ് ഇന്ത്യ റഷ്യ ബന്ധമെന്നും അതിനെ തകർക്കാനുള്ള എല്ലാ നടപടികളും പരാജയപ്പെടുമെന്നും സർക്കാർ മാധ്യമമായ റഷ്യൻ ടൈംസിലൂടെയാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. അധിക തീരുവ ചുമത്തിയിട്ടും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുന്ന ഇന്ത്യക്ക് മേൽ US തീരുവയ്ക്ക് സമാനമായി ഇറക്കുമതി തീരുവ ഏർപ്പെടുത്താൻ മറ്റു രാജ്യങ്ങളുടെ മേൽ ട്രംപ് സമ്മർദ്ദം ചെലുത്തുന്നതിനിടെയാണ് ഇന്ത്യയെ പ്രശംസിച്ച് റഷ്യ രംഗത്തെത്തിയത്. റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്താൻ US-ൽ നിന്നും നാറ്റോ രാജ്യങ്ങളിൽ നിന്നും നിരന്തരമായ സമ്മർദ്ദമുണ്ടായിട്ടും നിലപാടിൽ നിന്ന് ഇന്ത്യ പിന്നോട്ടു പോകാത്തതിനെ റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രശംസിച്ചു. ഇന്ത്യയും റഷ്യയുമായുള്ള പങ്കാളിത്തം പരമാധികാരത്തിന്റെ മൂല്യത്തിനും ദേശീയ താൽപര്യങ്ങൾക്കുമാണ് മുൻഗണന നൽകുന്നതെന്ന് റഷ്യ പറഞ്ഞു. ഇന്ത്യയുടെ കാഴ്ചപ്പാട് ദീർഘവീക്ഷണമുള്ളതും നയതന്ത്രപരമായ ബന്ധങ്ങളെ പിന്തുണയ്ക്കുന്നതാണെന്നും റഷ്യ കൂട്ടിച്ചേർത്തു. അമേരിക്ക റഷ്യയിൽ നിന്ന് ആണവ വ്യവസായത്തിനായി യുറേനിയം ഹെക്സാഫ്ലൂറൈഡ്, വൈദ്യുത വ്യവസായത്തിനുള്ള പലേഡിയം, വളങ്ങൾ, രാസവസ്തുക്കൾ എന്നിവ ഇറക്കുമതി ചെയ്യുന്നത് തുടരുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യയെ ലക്ഷ്യമിടുന്നത് ന്യായീകരിക്കാനാവാത്തതും യുക്തിരഹിതവുമാണെന്നും റഷ്യ വ്യക്തമാക്കുന്നു. ഏതൊരു സമ്പദ് വ്യവസ്ഥയും പോലെ ഇന്ത്യയും ദേശീയ താൽപര്യങ്ങളും സാമ്പത്തിക സുരക്ഷയും സംരക്ഷിക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും റഷ്യ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, അമൃത TV. കസ്റ്റഡി മർദ്ദനത്തിലും പോലീസ് അതിക്രമത്തിലും ഒടുവിൽ മൗനം വെടിഞ്ഞു മുഖ്യമന്ത്രി. പുറത്തുവന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമെന്ന് LDF യോഗത്തിൽ മുഖ്യമന്ത്രി വിശദീകരിച്ചു. അതേസമയം പഴയ കേസുകളാണ് കുത്തിപ്പൊക്കുന്നത് എന്നാണ് LDF കൺവീനറുടെ പ്രതികരണം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ കസ്റ്റഡിയിൽ മർദ്ദിക്കുന്ന പോലീസിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് ലോക്കപ്പ് മർദ്ദനങ്ങളുടെയും പോലീസ് അതിക്രമങ്ങളുടെയും ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഓരോന്നായി വന്നത്. എന്നാൽ പോലീസിന്റെ വീഴ്ച തുടർക്കഥയായിട്ടും മുഖ്യമന്ത്രി മൗനത്തിലായിരുന്നു. സംസ്ഥാന വ്യാപകമായി പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ശക്തമായ വേളയിലും ഒരു വാർത്താക്കുറിപ്പിറക്കാൻ പോലും മുഖ്യമന്ത്രി തയ്യാറായിരുന്നില്ല. ഒടുവിൽ ഇടതുമുന്നണി യോഗത്തിൽ ഇതിൽ വിശദീകരണം നടത്തിയ മുഖ്യമന്ത്രി ഒറ്റപ്പെട്ട സംഭവമെന്നാണ് വ്യക്തമാക്കിയത്. ഒറ്റപ്പെട്ട സംഭവങ്ങളെ പർവ്വതീകരിക്കുന്നുവെന്നാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി LDF യോഗത്തിൽ വിശദീകരിച്ചത്. 40 മിനിറ്റ് നേരം മുഖ്യമന്ത്രി വിശദീകരണം നൽകിയെന്നാണ് വിവരം. അതേസമയം പഴയ കേസുകൾ കുത്തിപ്പൊക്കുന്നുവെന്നാണ് LDF കൺവീനറുടെ പ്രതികരണം. ഇനിയിപ്പോൾ വർഷങ്ങൾ പഴക്കമുള്ള കേസാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടതെങ്കിലും കാരണക്കാരായി ആരോപണ വിധേയരായിട്ടുള്ള പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുക എന്നുള്ള നടപടി സ്വീകരിച്ചില്ലേ? ഒരു കാരണവശാലും പോലീസ് മർദ്ദനത്തെ ന്യായീകരിക്കാനോ പോലീസ് ലോക്കപ്പുകൾ മർദ്ദന കേന്ദ്രങ്ങളാക്കി മാറ്റാനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അനുവദിക്കില്ല. സഭാ സമ്മേളനം തുടങ്ങിയ വേളയിൽ പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിക്കുന്ന വിഷയം പോലും ലോക്കപ്പ് മർദ്ദനമെന്നിരിക്കെ ഇതേ നിലപാട് തന്നെയാകും നിയമസഭയിലും മുഖ്യമന്ത്രി സ്വീകരിക്കുക എന്ന് ഉറപ്പായി കഴിഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തൃശൂർ വടക്കാഞ്ചേരിയിൽ KSU നേതാക്കളെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ നടപടി. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ SHO UK ഷാജഹാനെ സ്ഥലം മാറ്റി. സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥലമാറ്റം. മുഖംമൂടി ധരിപ്പിച്ച KSU നേതാക്കളെ കോടതിയിൽ ഹാജരാക്കിയ നടപടിയിൽ CIക്ക് വീഴ്ച പറ്റിയെന്ന സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോയുടെ റിപ്പോർട്ട് ലഭിച്ചയുടൻ ഷാജഹാനെ അടിയന്തരമായി പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയ ശേഷമാണ് അച്ചടക്ക നടപടിയുടെ ഭാഗമായി SHO സ്ഥാനത്തു നിന്ന് നീക്കിയത്. ഇയാൾക്ക് പുതിയ ചുമതലകൾ നൽകിയിട്ടില്ല. ഒരു മാസം മുൻപ് നടന്ന SFI KSU സംഘർഷത്തിൽ 3 SFI പ്രവർത്തകർക്കും ചില KSU പ്രവർത്തകർക്കും പരിക്കേറ്റു. ഇതിനെ തുടർന്നാണ് KSU ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് ആറ്റൂർ, ജില്ലാ കമ്മിറ്റി അംഗം അല്ലമീൻ, കിള്ളിമംഗലം ആർട്സ് കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് KA അസ്ലം എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തത്. തുടർന്ന് ഒളിവിലായിരുന്ന 3 പ്രതികളെയും വിവിധയിടങ്ങളിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരെ മുഖംമൂടി ധരിപ്പിച്ചായിരുന്നു വടക്കാഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് ഹാജരാക്കിയത്. എന്നാൽ മുഖംമൂടി ധരിപ്പിച്ച പോലീസ് നടപടിയെ കോടതി ചോദ്യം ചെയ്തു. എന്തിനാണ് ഇവരെ മുഖംമൂടി ധരിപ്പിച്ചതെന്നായിരുന്നു കോടതി ചോദിച്ചത്. എന്നാൽ തിരിച്ചറിയൽ പരേഡ് ഉള്ളതിനാലാണ് മുഖംമൂടി ധരിപ്പിച്ചതെന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം. തിരികെ കോടതിയിൽ നിന്നും കൊണ്ടുപോയപ്പോഴും മുഖംമൂടി മാറ്റാൻ പോലീസ് തയ്യാറായിരുന്നില്ല. തുടർന്ന് പ്രതിഷേധവുമായി കോൺഗ്രസും KSUവും രംഗത്തെത്തിയിരുന്നു. പോലീസ് തീവ്രവാദികളെ പോലെ പ്രവർത്തിക്കുന്നുവെന്നും കാക്കിയാണെങ്കിലും പാർട്ടിപ്പണിയാണ് പോലീസ് ചെയ്യുന്നതെന്നും ഷാജഹാനെ ജോലിയിൽ നിന്നും പിരിച്ചുവിടണമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. CPM പണി പാർട്ടി പ്രവർത്തനം നടത്താണ് പോലീസ് വേഷത്തിൽ. പാർട്ടി ഗുണ്ടകളെ പോലെ പെരുമാറാണ് പോലീസ് വേഷത്തിൽ. സർക്കാരിൻ്റെ ശമ്പളം, ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം AKG സെന്ററിലും പാർട്ടി ഓഫീസുകളിലും. സർക്കാർ ശമ്പളത്തിൽ പാർട്ടി പണി എടുക്കുന്നത് അവസാനിപ്പിക്കാൻ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിക്കും താല്പര്യമില്ല. കാരണം ഈ വകുപ്പിനെ ഗുണ്ടകളാണ് നയിക്കുന്നത്. പുറത്തെ ഗുണ്ടകളും അകത്തെ ഗുണ്ടകളുമാണ് ഈ വകുപ്പിനെ നയിക്കുന്നത്. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് KSU മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. DIG ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മുഖംമൂടി മാർച്ചും സംഘടിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടി. അമൃത ന്യൂസ്, തൃശൂർ.
KSU പ്രവർത്തകരെ വിലങ്ങിട്ട് മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് പോലീസ് ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി KSU. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധം KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ ഉദ്ഘാടനം ചെയ്തു. ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുന്നതുവരെ KSU ശക്തമായ പ്രതിഷേധം തുടരുമെന്ന് അലോഷ്യസ് സേവ്യർ പറഞ്ഞു. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന പോലീസ് അതിക്രമങ്ങൾക്കെതിരെ BJPയുടെ നേതൃത്വത്തിൽ കോട്ടയം SP ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച പ്രക്ഷോഭ പരിപാടിയുടെ ഭാഗമായിട്ടായിരുന്നു പ്രതിഷേധം. നീതി തേടിയെത്തിയിരുന്ന പോലീസ് സ്റ്റേഷനുകളെ ഇന്ന് സാധാരണക്കാർ ഭയക്കുകയാണെന്ന് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് BJP സംസ്ഥാന സെക്രട്ടറി ജിജി ജോസഫ് പറഞ്ഞു. രാഷ്ട്രീയ നേതൃത്വവുമായിട്ട് അടുപ്പമുള്ള അവരുടെ പോലീസ് മർദ്ദനങ്ങളിൽ പ്രതിഷേധിച്ച് ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിലേക്ക് BJP തിരുവനന്തപുരം സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ, സംസ്ഥാന സെക്രട്ടറി പൂന്തുറ ശ്രീകുമാർ, മഹിളാ മോർച്ച ജില്ലാ അധ്യക്ഷ ലീന മോഹൻ, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് വിഷ്ണു എന്നിവരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് തന്നെയാണ് കഴിഞ്ഞ പിണറായി വരുന്ന ഒരു സമീപനം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഇതിന്റെ അധീനതയിലുള്ള യൂണിയന്റെ പേരിൽ കാലാകാലങ്ങളായി ജനങ്ങൾക്ക് നീതി കൊടുക്കുക മാത്രമല്ല, ജനങ്ങളെ അതിക്രൂരമായി പീഡിപ്പിക്കുന്ന, കാരണമില്ലാതെ ജനങ്ങളെ മർദ്ദിക്കുന്ന പോലീസുകാരെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വഖഫ് നിയമ ഭേദഗതി ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ സുപ്രീം കോടതിയുടെ നിർണായക ഇടപെടൽ. ഭേദഗതി ഭാഗികമായി സ്റ്റേ ചെയ്തു. വിവാദമായ ചില വകുപ്പുകളാണ് ചീഫ് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ബെഞ്ച് സ്റ്റേ ചെയ്തത്. അതേസമയം നിയമ ഭേദഗതിയുടെ ഭരണഘടനാ സാധുത സുപ്രീം കോടതി പിന്നീട് പരിഗണിക്കും. ഈ വർഷം ഏപ്രിൽ 4-നാണ് വഖഫ് നിയമ ഭേദഗതി പാർലമെന്റ് പാസാക്കിയത്. ഇത് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ രണ്ടംഗ ബെഞ്ച് ഇടക്കാല ഉത്തരവിറക്കിയത്. നിയമ ഭേദഗതി ഭാഗികമായി സ്റ്റേ ചെയ്യുന്ന തരത്തിലുള്ള വിധിയാണ് പുറത്തു വന്നിട്ടുള്ളത്. നിയമം പൂർണ്ണമായി സ്റ്റേ ചെയ്യാനാകില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. വഖഫ് നൽകാൻ 5 വർഷം ഇസ്ലാം മതം പിന്തുടരണമെന്ന നിയമത്തിലെ വ്യവസ്ഥ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. സംസ്ഥാന സർക്കാരുകൾ ചട്ടങ്ങൾ രൂപീകരിക്കുന്നതുവരെയാണ് സ്റ്റേ. വഖഫ് സ്വത്താണോ എന്ന് തീരുമാനിക്കാനുള്ള ജില്ലാ കളക്ടറുടെ അധികാരത്തിലും സുപ്രീം കോടതി നിയന്ത്രണം ഏർപ്പെടുത്തി. കളക്ടർക്ക് പൌരന്മാരുടെ വ്യക്തിപരമായ അവകാശങ്ങൾ തീർപ്പാക്കാൻ അനുവാദമില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞു. തർക്കത്തിൽ തീരുമാനമാകുന്നതുവരെ ഭൂമിയുടെയോ സ്വത്തിന്റെയോ തരം മാറ്റം പാടില്ലെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. മുസ്ലിം ഇതരർക്കും അമുസ്ലിങ്ങൾക്കും വഖഫ് ബോർഡ് അംഗങ്ങളാകാമെങ്കിലും സംസ്ഥാന വഖഫ് ബോർഡിൽ 3-ൽ കൂടുതൽ അമുസ്ലിങ്ങൾ പാടില്ലെന്ന് രണ്ടംഗ ബെഞ്ച് വ്യക്തമാക്കി. നാഷണൽ വഖഫ് കൌൺസിലിൽ 4 അമുസ്ലിങ്ങളെയാണ് ഉൾപ്പെടുത്താനാവുക. എക്സ് ഒഫീഷ്യോ അംഗം മുസ്ലിം ആകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. അതേസമയം മുസ്ലിം ഇതര വിശ്വാസിയെയും വഖഫ് ബോർഡ് CEO ആയി നിയമിക്കാമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതി വിധി സ്വാഗതാർഹമെന്ന് മുസ്ലിം ലീഗിന് വേണ്ടി ഹാജരായ രാജ്യസഭാ MP അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ പറഞ്ഞു. നമ്മളെ സംബന്ധിച്ച് സർക്കാരിന് ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ്. നമ്മൾ ആദ്യം തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ വാദങ്ങളെല്ലാം സുപ്രീം കോടതി അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു ആശ്വാസം തന്നെയാണ്. അതേസമയം വഖഫ് രജിസ്ട്രേഷനുള്ള സമയപരിധി സുപ്രീം കോടതി നീട്ടിയിട്ടുണ്ട്. നിയമ ഭേദഗതിയുടെ ഭരണഘടനാ സാധുത സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കും. ഹർജിക്കാർ ഉന്നയിച്ച ഭരണഘടനാപരമായ പ്രശ്നങ്ങൾ ഭരണഘടനാ ബെഞ്ചായിരിക്കും പരിഗണിക്കുക. അമൃത ന്യൂസ്, ന്യൂഡൽഹി. വഖഫ് നിയമത്തിലെ 3 വ്യവസ്ഥകൾ സ്റ്റേ ചെയ്ത നടപടി മുനമ്പത്തെ ജനങ്ങളെ ബാധിക്കില്ലെന്ന് മുനമ്പം സമരസമിതി. സെക്ഷൻ 2A സ്റ്റേ ഇല്ലാത്തത് ആശ്വാസകരമാണ്. കേരള വഖഫ് ബോർഡ് നിയമവിരുദ്ധമായി പ്രവർത്തിച്ചുവെന്നാണ് മുനമ്പം ജനതയുടെ നിലപാടെന്ന് സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു. മുനമ്പത്തെ ഭൂമി പ്രശ്നത്തിന് പരിഹാരമാകുന്ന വഖഫ് നിയമ ഭേദഗതിയിലെ വ്യവസ്ഥകൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടില്ലെന്ന് മുനമ്പം ഭൂസംരക്ഷണ സമിതി ചൂണ്ടിക്കാണിക്കുന്നു. മുനമ്പത്തെ ഭൂമി വഖഫാക്കിയത് ചട്ടങ്ങൾ പാലിക്കാതെയാണ്. നിയമത്തിലെ സെക്ഷൻ 2A സ്റ്റേ ഇല്ലാത്തത് ആശ്വാസകരമാണെന്ന് സമരസമിതി നേതാക്കൾ പറഞ്ഞു. വഖഫ് അമെൻമെന്റ് ബില്ല് പാസ്സായപ്പോൾ ഞങ്ങൾക്കേറെ സന്തോഷമുണ്ടായിരുന്നു. കാരണം ഈ ഒരു ബില്ല് പാസ്സായതോടെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. ബഹുമാനപ്പെട്ട കിരൺ റിജിജു മിനിസ്റ്റർ സാർ ഇവിടെ വന്നപ്പോഴും 3 ആഴ്ചകൾ കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. ചട്ടങ്ങൾ രൂപീകരിക്കുകയും അതോടൊപ്പം ഞങ്ങളുടെ പ്രശ്നങ്ങൾ അതോടുകൂടി എല്ലാം അവസാനിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അതിന് തടസ്സമായിരുന്നത് ഈ ഹർജികളും കോടതിയിലെ ഈ കേസുകളുമായിരുന്നു. ഇപ്പോൾ അതിന് വിധി വന്നിരിക്കുന്ന അവസ്ഥയിൽ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ ഇടപെട്ട് ഉടനെ തന്നെ ചട്ടങ്ങൾ രൂപീകരിക്കുകയും ഞങ്ങളുടെ പ്രശ്നങ്ങൾ തന്നെ പരിഹരിക്കും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ചട്ടം 2A പ്രകാരം ഫാറൂഖ് കോളേജിനെ സൊസൈറ്റിയായി കണക്കാക്കി വഖഫ് പട്ടികയിൽ നിന്ന് മുനമ്പത്തെ ഭൂമിയെ നീക്കാം. ഇതിന് സംസ്ഥാന സർക്കാർ മുൻകൈ എടുക്കണം. കളക്ടറുടെ അധികാരങ്ങൾ സുപ്രീം കോടതി പരിമിതപ്പെടുത്തിയത് തിരിച്ചടിയല്ലെന്നും മുനമ്പം സമരസമിതി നേതാക്കൾ പറഞ്ഞു. ഞങ്ങൾ വളരെയേറെ ആഹ്ലാദത്തോടെ കാണുന്ന ഒരു വിധിയാണ്. കാരണം ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു മാർഗമായിരുന്നു 2A എന്ന് പറയുന്ന സെക്ഷൻ. അതിന് യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. മറ്റുള്ള കാര്യങ്ങൾ 3
ഭാഗിക സ്റ്റേകളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് 2 മുനമ്പം ജനതയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു കാര്യമാണ്. മൂന്നാമത്തേത് അതായത് ഡിസ്ട്രിക്ട് കളക്ടറിന്, അത് സംസ്ഥാന സർക്കാരിനുള്ള ഏറ്റവും വലിയ ഒരു എത്രയും പെട്ടെന്ന് ചട്ടങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു മാർഗമാണ്. അപ്പോൾ അതാണ് ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു ആഹ്ലാദമായിട്ടിരിക്കുന്നത്. കാരണം 2A കൊണ്ട് ഞങ്ങൾക്ക് ഗുണങ്ങളേ ഉള്ളൂ, ദോഷങ്ങളൊന്നുമില്ല. അമൃത ന്യൂസ്, കൊച്ചി. വഖഫ് നിയമ ഭേദഗതിയിൽ വിവാദ വകുപ്പുകൾക്ക് സുപ്രീംകോടതിയുടെ ഭാഗിക സ്റ്റേ ഏർപ്പെടുത്തിയതിൽ പ്രതികരണവുമായി നേതാക്കൾ. വിധി സ്വാഗതാർഹമെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ പ്രതികരിച്ചു. പാർലമെന്റിൽ ഭൂരിപക്ഷമുള്ളതിനാൽ മതേതര കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമായി എന്തുമാകാമെന്ന കേന്ദ്ര സർക്കാരിന്റെ ആത്മവിശ്വാസത്തിനേറ്റ തിരിച്ചടിയാണ് സുപ്രീംകോടതി വിധിയെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. ഇന്ത്യൻ ജനതയ്ക്ക് വാസ്തവത്തിൽ ലഭിച്ച വലിയൊരു പ്രതീക്ഷയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന വിധി. വഖഫ് കാര്യത്തിൽ സുപ്രീം കോടതിയിൽ നിന്നാണ് ഉണ്ടായത് എന്നുള്ളത് കൊണ്ട് അടിസ്ഥാനപരമായി അതിനി ചോദ്യം ചെയ്യാൻ സാധിക്കുകയില്ല. കുറുക്കുവഴിയിലൂടെ ഭൂമി തട്ടിയെടുക്കാനുള്ള ശ്രമം ഉണ്ടായിയെന്നും കോടതി വിധിയിലൂടെ ഈ നീക്കമില്ലാതായെന്നും ET മുഹമ്മദ് ബഷീറും പ്രതികരിച്ചു. വഖഫ് ചെയ്തിട്ടുള്ള ആളുകൾ അവരുടെ പരലോക മോക്ഷത്തിന് വേണ്ടി ആഗ്രഹിച്ച് ചെയ്തിട്ടത് നുള്ളിയെടുത്ത് തങ്ങളുടെ പാർട്ടിയുടേതാക്കുക, തങ്ങളുടെ ഗവൺമെൻറ്റേതാക്കുക എന്നുള്ള അവരുടെ ഹിഡൻ അജണ്ട തന്നെ പറയുന്നത് ഹീനിയസ് അജണ്ട അതിൽ ഇതിൻ്റെ ഫലമായിട്ട് അത് തടസ്സപ്പെട്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗും പ്രതിപക്ഷ കക്ഷികളും പ്രകടിപ്പിച്ച ആശങ്കകളിൽ കഴമ്പുണ്ടെന്ന് സുപ്രീംകോടതിക്ക് ബോധ്യമായിരിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. സുപ്രീംകോടതി വിധി സ്വാഗതാർഹമെന്നും ജുഡീഷ്യറിയിലെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ് വിധിയെന്നും സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. കോടതിയിൽ നിന്നുണ്ടായ വിധി ബന്ധപ്പെട്ടവരിൽ നിന്നും കേട്ടതനുസരിച്ച് വളരെയധികം സന്തോഷകരമാണ്. ജുഡീഷ്യറിയിൽ നമുക്കുള്ള വിശ്വാസം ഒന്നും കൂടി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കോടതി ഉത്തരവ് CPM-ന്റെയും പ്രതിപക്ഷത്തിന്റെയും വിമർശനം ശരിവയ്ക്കുന്നതെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബിയും ന്യൂനപക്ഷങ്ങൾക്കും ഭരണഘടനാ വിശ്വാസങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവർക്കും ആശ്വാസകരമാകുന്ന വിധിയെന്ന് സമസ്ത അഭിഭാഷകൻ സുൽഫിക്കർ അലിയും പ്രതികരിച്ചു. വർഗീയമായി നേട്ടമുണ്ടാക്കുക എന്നുള്ള ദുഷ്ടലാക്കോടുകൂടിയാണ് എന്നെല്ലാമുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. പ്രതിപക്ഷത്തിൻ്റെയും CPIM-ൻ്റെയും അത്തരം വിമർശനങ്ങളെ ശരിവെക്കുന്നതാണ് സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ താൽക്കാലികമായ ഈ ഇടക്കാല തീരുമാനം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് അമൃത TV. വിവാദങ്ങൾക്കിടെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. രാഹുൽ പ്രതിപക്ഷ നിരയിൽ ഏറ്റവും പുറകിലത്തെ ബെഞ്ചിൽ പ്രത്യേക ബ്ലോക്കിലാണിരുന്നത്. സമ്മേളനം കഴിഞ്ഞ് മടങ്ങുന്നതുവരെ സഭയ്ക്കുള്ളിൽ ആരും യാതൊരു പ്രതികരണവും നടത്തിയില്ല. വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങിയത്. MLA ഹോസ്റ്റലിനുള്ളിൽ SFI പ്രവർത്തകർ ഉപരോധിച്ചു. തുടർച്ചയായി ഉയർന്ന ലൈംഗിക ആരോപണങ്ങളിൽ കുടുങ്ങി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യമായിരുന്നു ഇത്രയും നാൾ ഭരണ പ്രതിപക്ഷ നിരയിൽ ഉയർന്നുകൊണ്ടിരുന്നത്. ഒടുവിൽ എല്ലാ ആകാംക്ഷകൾക്കും വിരാമമിട്ടുകൊണ്ട് രാഹുൽ സഭയിലെത്തി. സമ്മേളനം തുടങ്ങി 18 മിനിറ്റുകൾക്ക് ശേഷമാണ് രാഹുൽ സഭയിലെത്തിയത്. പുലർച്ചെ 4 മണിയോടെ പത്തനംതിട്ടയിൽ നിന്ന് പുറപ്പെട്ട രാഹുൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ നേമം ഷജീറിനൊപ്പമാണ് വന്നത്. സഭയിലേക്ക് പ്രവേശിക്കുന്ന വേളയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. VS-നെ അനുസ്മരിച്ച് മുഖ്യമന്ത്രി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് സഭയ്ക്കകത്തേക്ക് രാഹുൽ പ്രവേശിച്ചത്. പ്രതിപക്ഷ നിരയുടെ ഏറ്റവും പുറകിലത്തെ ബെഞ്ചിൽ പ്രത്യേക ബ്ലോക്കായി ഇരിപ്പിടം. സ്വതന്ത്ര MLA ആയിരുന്ന PV അൻവറിന്റെ ഇരിപ്പിടമാണ് രാഹുലിന് ലഭിച്ചത്. രാഹുൽ എത്തി മടങ്ങുന്നതുവരെയും ഭരണ പ്രതിപക്ഷ നിരയിൽ നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. സമ്മേളനത്തിന് ശേഷം MLA ഹോസ്റ്റലിലേക്ക് മടങ്ങി. തുടർന്ന് അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ SFI പ്രവർത്തകർ MLA ഹോസ്റ്റലിനുള്ളിൽ രാഹുലിനെ ഉപരോധിച്ചു. ആരോപണങ്ങൾ ഉയർന്നതിന് ശേഷം ആദ്യമായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങിയത്. അടൂരിലെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന രാഹുൽ പാലക്കാട് തന്റെ മണ്ഡലത്തിൽ പോലും എത്തിയിരുന്നില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ 2 തട്ടിലായി KPCC നേതൃത്വം. പാർട്ടി നേതൃയോഗത്തിലും മാധ്യമങ്ങൾക്ക് മുന്നിലും ഒന്നും മിണ്ടാതെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അതേസമയം സഭയിൽ വരാൻ രാഹുലിന് തടസ്സമില്ല എന്ന നിലപാട് KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ വ്യക്തമാക്കി. നേതാക്കൾക്കെതിരായ സൈബർ ആക്രമണങ്ങളിൽ അന്വേഷണം നടത്താൻ നേതൃയോഗത്തിൽ തീരുമാനമെടുത്തു. രാഹുൽ മാങ്കൂട്ടത്തിനെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ ഭിന്നത രൂക്ഷമാവുകയാണ്. രാഹുലിനെ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും എന്ന രീതിയിൽ നേതൃത്വം 2 തട്ടിലായി കഴിഞ്ഞു. നിയമസഭയിൽ വരാൻ പാടില്ല എന്ന പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് മറികടക്കാൻ രാഹുലിന് ലഭിച്ച പിൻബലം എതിർവിഭാഗത്തിന്റേതാണ്. ഇതിൽ A ഗ്രൂപ്പിന്റെയും മറ്റു ചില മുതിർന്ന നേതാക്കളുടെയും ശക്തമായ പിന്തുണയുണ്ട്.
നേതാക്കളുമായി ആശയവിനിമയം നടത്തിയതിനു ശേഷമാണ് രാഹുൽ സഭയിലെത്തിയതെന്നാണ് സൂചന. MLA എന്ന നിലയിൽ സഭയിൽ വരുന്നതിൽ തടസ്സമില്ല എന്ന് KPCC അധ്യക്ഷൻ വ്യക്തമാക്കുകയും ചെയ്തു. മറുപടി പറഞ്ഞുതരാം. പാർട്ടി സസ്പെൻഡ് ചെയ്താൽ അയാളുമായിട്ട് സംസാരിക്കാൻ പാടില്ലെന്ന്. ഇത് മാർക്സിസ്റ്റ് പാർട്ടിയല്ല. MP രാഘവനോട് മാർക്സിസ്റ്റ് പാർട്ടി ചെയ്തതല്ല, കോൺഗ്രസ് ഒരു പാർട്ടി പ്രവർത്തനോട് ചെയ്തു. K മുരളീധരൻ, MM ഹസൻ ഉൾപ്പെടെയുള്ള നേതാക്കളാകട്ടെ രാഹുൽ സഭയിൽ വരുന്നത് കോൺഗ്രസിനെ ബാധിക്കുന്ന വിഷയമല്ല എന്ന രീതിയിൽ പ്രതികരിച്ചെങ്കിലും രമേശ് ചെന്നിത്തല യാതൊരു പ്രതികരണത്തിനും തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമാണ്. തുടക്കത്തിൽ രാഹുലിനെതിരെ കടുത്ത നിലപാടെടുത്തതിനാൽ A ഗ്രൂപ്പും രാഹുൽ അനുകൂലികളും ചെന്നിത്തലയിൽ നിന്ന് അകലം പാലിക്കുന്നുവെന്നാണ് സൂചന. എന്നാൽ ഏവരും കാത്തിരുന്ന പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് നിർണായകമാണ്. പക്ഷേ മാധ്യമങ്ങൾക്ക് മുന്നിലും നേതൃയോഗത്തിലും മൗനം പാലിക്കുന്ന VD സതീശനെയാണ് ഇന്ന് കാണാനായത്. നേതൃയോഗത്തിൽ രാഹുൽ വിഷയം തൊടാൻ പോലും സതീശൻ തയ്യാറായില്ല. എന്നാൽ നിലപാട് വ്യക്തമാക്കേണ്ട വർക്കിംഗ് പ്രസിഡന്റുമാർ നിശബ്ദത പാലിക്കുന്നതിനെ യോഗത്തിൽ VT ബൽറാം വിമർശിച്ചു. അതോടൊപ്പം നേതാക്കൾക്കെതിരായ സൈബർ ആക്രമണത്തിൽ ശക്തമായ നടപടി വേണമെന്നും ആവശ്യമുയർന്നു. കോൺഗ്രസ് ഡിജിറ്റൽ മീഡിയ സെല്ലിന് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കും. VT ബൽറാമിന്റെ നേതൃത്വത്തിലുള്ള സമിതിക്കാണ് ചുമതല. ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് സജീവമാകുമെന്നാണ് സൂചന. ശനിയാഴ്ച പാലക്കാട് എത്താൻ തയ്യാറെടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ തടയാനായി DYFയും BJPയും രംഗത്തുണ്ട്. രാഹുലിനെ പാലക്കാട് കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് നേതാക്കൾ വ്യക്തമാക്കി കഴിഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിവാദ വിഷയങ്ങളിൽ സർക്കാരിനെതിരെ സഭയിൽ പ്രതിഷേധിക്കാൻ തയ്യാറെടുക്കുന്ന വേളയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വരവ് പ്രതിപക്ഷ നിരയെ കടുത്ത പ്രതിരോധത്തിലാക്കുകയാണ്. പ്രതിപക്ഷ നേതാവിന്റെ വിലക്ക് ലംഘിച്ച് രാഹുൽ സഭയിലെത്തി എന്നതും ഭരണപക്ഷത്തിന് കിട്ടിയ ഏറ്റവും വലിയ ആയുധമാണ്. അതേസമയം താൻ നേതൃത്വത്തെ ധിക്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ രാഹുൽ പക്ഷെ നാളെ മുതൽ സഭയിൽ ഉണ്ടാകുമോ എന്നതിൽ വ്യക്തത വരുത്തിയില്ല. തുടക്കം മുതൽ കടുത്ത നിലപാടെടുത്ത പ്രതിപക്ഷ നേതാവിന്റെ വിലക്ക് ലംഘിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തിയത്. കോൺഗ്രസിനുള്ളിൽ വലിയൊരു വിഭാഗത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ടായിരുന്ന രാഹുൽ ആ പിൻബലത്തിലാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷനൊപ്പം സഭയിൽ വന്നത്. ഈ വിഷയത്തിൽ നേതൃത്വത്തിന്റെ നിലപാട് യൂത്ത് കോൺഗ്രസ് മുഖവിലേക്ക് എടുക്കുന്നില്ല എന്ന സന്ദേശം കൂടി നൽകുന്നു. നാളെ നിയമസഭ പൂർണ്ണതോതിൽ നടപടിക്രമങ്ങളിലേക്ക് കടക്കുമ്പോൾ നിരവധി വിവാദ വിഷയങ്ങളിലാണ് സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ പ്രതിപക്ഷം തയ്യാറെടുക്കുന്നത്. പക്ഷേ ഓരോന്നായി പുറത്തെടുക്കുമ്പോഴും പിൻബെഞ്ചിൽ പ്രത്യേക ബ്ലോക്കായിരിക്കുന്ന രാഹുലിനെ ചൂണ്ടിക്കാട്ടി ഭരണപക്ഷം മേൽക്കൈ നേടുമെന്ന കാര്യത്തിൽ സംശയമില്ല. രാഹുലിനെ തള്ളാനോ കൊള്ളാനോ കഴിയാതെ പ്രതിപക്ഷ നിര നിശബ്ദമായിരിക്കുന്നതും ഭരണപക്ഷത്തിന്റെ നേട്ടമാണ്. പ്രതിപക്ഷ നേതാവിന്റെ വിലക്ക് ലംഘിച്ച് സഭയിലെത്തിയ രാഹുൽ ഭരണപക്ഷത്തിന് വീണ്ടും ഒരു ആയുധം നൽകുന്നു. അതേസമയം താൻ നേതൃത്വത്തെ ധിക്കരിച്ചിട്ടില്ല എന്നും സസ്പെൻഷനിലായതിനാൽ നേതാക്കളുമായി ആശയവിനിമയം നടത്തിയിട്ടില്ല എന്നും വിശദീകരിക്കുന്ന രാഹുൽ പക്ഷേ നാളെ മുതൽ സഭയിൽ ഉണ്ടാകുമോ എന്ന് വ്യക്തമാക്കുന്നുമില്ല. ഏതെങ്കിലും കാലത്ത് പാർട്ടി അനുകൂലമായതോ വ്യക്തിപരമായി പ്രതികൂലമായതോ തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനത്തെ ധിക്കരിക്കുവാനോ ലംഘിക്കുവാനോ ഒരു കാലത്തും ശ്രമിച്ചിട്ടുള്ളൊരു കോൺഗ്രസിന്റെ പ്രവർത്തകനല്ല ഞാൻ. സ്വന്തം പാർട്ടിയിൽ പോലും ഉറച്ച നിലപാടെടുക്കാൻ കെൽപ്പില്ലാത്ത പ്രതിപക്ഷ നേതാവെന്ന പ്രതിച്ഛായയാകും ഭരണപക്ഷം സഭയിൽ VD സതീശനെതിരെ ആയുധമാക്കുക. മുകേഷ് MLAയും AK ശശീന്ദ്രനും ഉൾപ്പെടെ പ്രതിപക്ഷത്തിന് ചൂണ്ടിക്കാട്ടാൻ ഭരണപക്ഷ നിരയിൽ അംഗങ്ങളുണ്ടെങ്കിലും പക്ഷേ അതൊന്നും പ്രത്യേക ബ്ലോക്കിലിരിക്കുന്ന രാഹുലിന് പകരമാകില്ല. തുടർച്ചയായി ഉണ്ടാകുന്ന പോലീസ് അതിക്രമങ്ങളും ആരോഗ്യവകുപ്പിലെ സിസ്റ്റത്തിന്റെ തകരാറും സർക്കാർ ഗവർണർ പോരും തൃശൂരിൽ നിന്നും പുറത്തുവന്ന ശബ്ദരേഖയുമടക്കം നിരവധി വിഷയങ്ങളിലാണ് നാളെ മുതൽ സഭാതലം പ്രക്ഷുബ്ധമാകുക. പക്ഷേ അപ്പോഴും പ്രതിപക്ഷ നിരയിൽ നിന്നും മാറി പ്രത്യേക ബ്ലോക്കായിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ ഉയർത്തിയാകും ഭരണപക്ഷം പ്രതിരോധം തീർക്കുക. സഭാ കവാടത്തിന് മുന്നിൽ നിന്ന് ക്യാമറാമാൻ സുനിലിനൊപ്പം ആൻഫിലി ഡിസൂസ, അമൃത ന്യൂസ്. ടോപ് 10 സ്പെഷ്യൽ വാർത്തയിലേക്കാണ്. കൊല്ലം നഗരത്തിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നില്ല. ശുചിത്വ നഗരം, സമ്പൂർണ്ണ മാലിന്യമുക്ത കോർപ്പറേഷൻ എന്നിങ്ങനെ ബഹുമതികൾ സ്വന്തമാക്കുമ്പോഴും നഗരത്തിന്റെ പൊതു ഇടങ്ങളിലൊക്കെ മാലിന്യങ്ങൾ കുന്നുകൂടുകയാണ്. നടപടിയെടുക്കേണ്ടവരും മാതൃകയാകേണ്ടവരുമൊക്കെ ഇവിടെ മാലിന്യങ്ങൾ പൊതു ഇടങ്ങളിലേക്ക് വലിച്ചെറിയുന്നുണ്ട്. വാർത്തകൾ. സമ്പൂർണ്ണ ശുചിത്വം പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുന്ന കാഴ്ചയാണ് നഗരത്തിന്റെ പല ഭാഗങ്ങളിലും കാണാൻ കഴിയുന്നത്. മൂക്കുപൊത്താതെ നഗരത്തിൽ യാത്ര സാധ്യമല്ല. മാംസാവശിഷ്ടങ്ങൾ ഉൾപ്പെടെ പൊതുസ്ഥലങ്ങളിലേക്ക് വലിച്ചെറിയുന്നു. ചെറിയ രീതിയിലെങ്കിലും കാടുമൂടിയ സ്ഥലങ്ങളാണ് ഇത്തരത്തിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കാനായി തിരഞ്ഞെടുക്കുന്നത്. നഗരത്തിലെ ഓടകളുടെയും അവസ്ഥ മറ്റൊന്നല്ല. ഒഴുക്ക് നിലച്ച് മാലിന്യങ്ങൾ കെട്ടിനിൽക്കുന്നതിനാൽ സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്നു. മഞ്ഞപ്പിത്തത്തിൻ്റെയും ഡെങ്കിപ്പനിയുടെയും കണക്കുകളെടുത്താൽ നഗരത്തിൽ ഇവ കൂടി വരുന്നതായാണ് ആരോഗ്യ പ്രവർത്തകർ പറയുന്നത്. എന്നാൽ ഇക്കാര്യങ്ങളിലൊക്കെ നടപടിയെടുക്കേണ്ടവർ മൂക്കിനൊപ്പം കണ്ണും അടച്ച അവസ്ഥയിലാണ്. നഗരത്തിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി ഞങ്ങൾ ജില്ലാ ഭരണസിരാ കേന്ദ്രത്തിലെത്തി. പക്ഷേ അവിടുത്തെ കാഴ്ച ഇതാണ്.
ഗാർഹിക മാലിന്യത്തിനു പുറമെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങളും കുന്നുകൂടിയതോടെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിലച്ച മട്ടാണ്. മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങളിൽ നിക്ഷേപിക്കുന്നവർക്ക് പിഴ ഈടാക്കും എന്ന മുന്നറിയിപ്പുണ്ടെങ്കിലും അത് കൊല്ലം നഗരത്തിൽ നടപ്പിലാകുന്നില്ല. നഗരത്തിൽ പലയിടത്തും ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അവയും കൃത്യമായി പ്രവർത്തിക്കുന്നില്ല. പ്രവർത്തന സമയം രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ, ഉച്ചയ്ക്ക് 3 മണി മുതൽ 7 മണി വരെ. പക്ഷേ ഇത് പ്രവർത്തിച്ച സമയം നാട്ടുകാർക്കറിയില്ല. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. മാലിന്യ പ്രശ്നത്തിൽ പരിഹാരം ആവശ്യപ്പെട്ട് കൊല്ലം കോർപ്പറേഷന് മുന്നിലേക്ക് നിരവധി പ്രതിഷേധ സമരങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നാണ് പൊതുജനത്തിന്റെ പരാതി. ചില പ്രതികരണങ്ങൾ കേൾക്കാം. ആരോഗ്യ പ്രവർത്തകർ സർവേ എടുക്കുന്ന ജോലി മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ വീട്ടിൽ ചിരട്ടയിൽ വെള്ളം ഇരിപ്പുണ്ടെങ്കിൽ അവരത് കമത്തിയിട്ട് പോകും. ഇത് തന്നെ നടക്കുന്നത്, അല്ലാതെ വേറെ ഒന്നും അവർ ചെയ്യുന്നില്ല. അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ പരിധി വരുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നു. ഞങ്ങളുടെ നാട്ടിലൊരു ഓട പോലും ഇല്ല. വെള്ളം അഴുക്കിയാൽ പോകാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. എന്നാൽ 2 സെൻറ്റും 3 സെൻറ്റും മാത്രമുള്ള ജനങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാമല്ലോ, രോഗം പടരുമോ ഇല്ലയോ. ഒരു ഓടയുണ്ടെങ്കിൽ അത് വേസ്റ്റ് വാട്ടർ അങ്ങോട്ടെങ്കിലും പോകാനുള്ള സംവിധാനം. നമ്മുടെ മുറ്റത്ത് തന്നെ വേസ്റ്റ് കിടന്ന് നമ്മുടെ കൊച്ചുങ്ങളിത് ചവിട്ടി വീടിനകത്ത് കയറി കൊച്ചുങ്ങളുടെ കാലിൽ അഴുക്ക് പറ്റി ഈ രോഗം പടരുന്നു. ഇങ്ങനെ തന്നെ വരുന്നത്. ഓട അത്യാവശ്യമായിട്ട് ഓട വേണം. രണ്ടാമത് വേസ്റ്റ് ഡംപ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു വലിയൊരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ ഇപ്പം തന്നെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ കഴിച്ച വേസ്റ്റുകളാണ് കിടക്കുന്നത്. കഴിച്ച വേസ്റ്റുകൾ അതേ രീതിയിൽ കൊണ്ടുവന്ന് അവർ മാതൃകയാവേണ്ട ഉദ്യോഗസ്ഥർ അവർ തന്നെ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജാണ് ഈ കാണുന്നത്. മാലിന്യം ശേഖരിച്ച് വെച്ചുകൊണ്ട് തന്നെ അവർ മുന്നോട്ട് പോവുക. അപ്പം നടന്നു വരുമ്പം തന്നെ ദുർഗന്ധം വമിക്കുന്നുണ്ട്. ഒരു ജനത്തിന് ഒരു ആവശ്യത്തിന് വേണ്ടി കയറി വരുന്ന ഓഫീസുകളാണ്. അങ്ങനെ ഇതേപോലുള്ള ഓഫീസുകൾ അവർ മാതൃകയാവേണ്ടടുത്ത് അവർ മാതൃകയാവല്ലാതായി തീരുക. മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കാത്തതിനെ ചൊല്ലി കൊല്ലം കോർപ്പറേഷൻ കൗൺസിൽ യോഗങ്ങളിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ കൗൺസിൽ യോഗങ്ങളിൽ എടുക്കുന്ന തീരുമാനങ്ങൾ പിന്നീട് നടപ്പാകുന്നില്ല. നഗരത്തിൽ പലയിടങ്ങളിലും മാലിന്യം ശേഖരിക്കുന്നതിനും അവ സംസ്കരിച്ച് മാറ്റുന്നതിനുമായി ലക്ഷങ്ങൾ മുടക്കി പല സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെങ്കിലും അവയൊക്കെ വെറും നോക്കുകുത്തികളായി മാറുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ കൊല്ലത്ത് നിന്ന് സുധീഷ് കുമാർ നൽകും. സുധീഷ് സൂചിപ്പിച്ചതുപോലെ സമയമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പ്രവർത്തന സമയം. പക്ഷേ പ്രവർത്തിച്ചതുവരെ നാട്ടുകാർ കാണുന്നില്ല എന്നാണ്. ഈ സംസ്ഥാനം മാലിന്യമുക്തമാണ്, വലിയ പുരസ്കാരങ്ങളൊക്കെ നമ്മൾ പല സമയത്തും നേടുകയൊക്കെ ചെയ്തു. പക്ഷേ എവിടെയാണ് നമുക്ക് പിഴച്ചത്? ഇനി എന്താണ് ചെയ്യാൻ കഴിയുക? കൊല്ലം നഗരത്തെ സംബന്ധിച്ചിടത്തോളം മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ കൊല്ലത്ത് എന്നും ഒരു തലവേദന തന്നെയാണ്. കൃത്യമായ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇതിനായി നിരവധി സംവിധാനങ്ങൾ കൊല്ലം കോർപ്പറേഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും തന്നെ കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നഗരത്തിൽ പലയിടങ്ങളിലും ഇത്തരത്തിൽ മാലിന്യങ്ങൾ കുന്നുകൂടുന്നത്. വീടുകളിൽ നിന്നുള്ള മാലിന്യങ്ങളും ഒപ്പം അറവുശാലകളിൽ നിന്നുള്ള മാലിന്യങ്ങളും ഒപ്പം വ്യവസായ കേന്ദ്രങ്ങളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നും മറ്റുമൊക്കെയുള്ള മാലിന്യങ്ങൾ ഇത്തരത്തിൽ പലയിടങ്ങളിലും നഗരത്തിൻ്റെ പ്രധാന ഇടങ്ങളിലൊക്കെ തന്നെ കൊണ്ടുചെന്ന് തള്ളുന്ന ഒരവസ്ഥ. ഇത്തരത്തിൽ ഈ തള്ളുന്ന കാഴ്ച പലയിടത്തും ഉണ്ടാകുമ്പോഴും പക്ഷേ ഇവർക്ക് എതിരെയൊന്നും കൃത്യമായ നടപടി സ്വീകരിക്കാനും കൊല്ലം കോർപ്പറേഷന് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇത്തരത്തിൽ പിഴ പിഴ ചുമത്തപ്പെടുന്ന ജനങ്ങൾ, പൊതുജനങ്ങൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. കാര്യം അവരുടെ മാലിന്യങ്ങൾ വീടുകളിൽ സംസ്കരിക്കാൻ കഴിയാത്തവർ മറ്റെന്തു ചെയ്യും എന്നുള്ളത്. മാലിന്യ സംസ്കരണത്തിനുള്ള കൃത്യമായ സംവിധാനങ്ങൾ ഇവർക്ക് ഒരുക്കി നൽകുന്നില്ല. വീട്ടിൽ അതിനുള്ള സൗകര്യങ്ങളില്ലെങ്കിൽ അവർ പുറത്തേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന ഒരു കാഴ്ചയാണ് പലയിടത്തും ഉള്ളത്. അത്തരത്തിൽ മാലിന്യങ്ങൾ കുന്നുകൂടിയത് മൂലം പകർച്ചവ്യാധികളും തെരുവു നായ്ക്കളുടെയൊക്കെ ശല്യമുണ്ട് നഗരത്തിൽ പലയിടങ്ങളിലും. കൃത്യമായ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവയ്ക്കാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി കൊല്ലം കോർപ്പറേഷൻ ലക്ഷങ്ങൾ മുടക്കി പലയിടങ്ങളിലും നഗരത്തിൻ്റെ പ്രധാന ഇടങ്ങളിലൊക്കെ തന്നെ ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിച്ചിരുന്നു. പക്ഷേ അവയൊന്നും തന്നെ കൃത്യമായി പ്രവർത്തിക്കാത്തത് മൂലം കാട് മൂടിയ അവസ്ഥയിലാണ്. ഇത്തരത്തിൽ ദയനീയമായ കാഴ്ചയാണ് മാലിന്യ സംസ്കരണം സംബന്ധിച്ചിടത്തോളം കൊല്ലം ജില്ലയിലുള്ളത്. ഇതിനൊക്കെ ഒരു നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ കക്ഷികൾ ഉൾപ്പെടെ കൊല്ലം കോർപ്പറേഷനിലേക്ക് നിരവധി തവണ പ്രതിഷേധ മാർച്ചുകൾ നടത്തിയിരുന്നു. മാലിന്യങ്ങൾ ചുമന്നുകൊണ്ട് ആ മാലിന്യങ്ങൾ കൊല്ലം കോർപ്പറേഷനിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധ സമരങ്ങളും ഒക്കെ തന്നെ സാക്ഷ്യം വഹിച്ച ഒരു നാടാണ് കൊല്ലം കോർപ്പറേഷൻ. പക്ഷേ അത്തരത്തിലുള്ള പ്രതിഷേധ സമരങ്ങളും പൊതുജനങ്ങളുടെ പരാതികളൊക്കെ ഉയർന്നിട്ടും കൊല്ലം കോർപ്പറേഷൻ ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു നടപടി സ്വീകരിക്കാത്തത് അതിദയനീയമായ ഒരു കാഴ്ചയാണ്. ശരി, സുധീഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. രാജ്യവ്യാപക SIR എങ്ങനെ തടയാനാകുമെന്ന് സുപ്രീംകോടതി. SIRുമായി ബന്ധപ്പെട്ട സംസ്ഥാനങ്ങൾ ഹർജി നൽകിയാൽ പരിഗണിക്കുമെന്ന് സുപ്രീംകോടതി പറഞ്ഞു. ബീഹാർ SIRുമായി ബന്ധപ്പെട്ട ഹർജികൾ ഒക്ടോബർ 7 വീണ്ടും പരിഗണിക്കും.
ബീഹാറിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീംകോടതി പരിഗണിക്കുമ്പോഴാണ് രാജ്യവ്യാപക SIR-നെതിരെ ഹർജിക്കാർ രംഗത്ത് വന്നത്. എന്നാൽ രാജ്യവ്യാപക SIR എങ്ങനെ തടയാനാകുമെന്ന് ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, ജോയ് മല്യ ബാങ്ചി തുടങ്ങിയ രണ്ടംഗ ബെഞ്ച് ചോദിച്ചു. SIR-ുമായി ബന്ധപ്പെട്ട പരാതികളുമായി സംസ്ഥാനങ്ങൾ വന്നാൽ പരിഗണിക്കാമെന്ന് കോടതി പറഞ്ഞു. അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിൽ കോടതിക്ക് പ്രശ്നങ്ങളില്ല. വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട നിയമവിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് തങ്ങളുടെ പ്രശ്നമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പരാതികളും പരിഹാരങ്ങളും എല്ലാ ദിവസവും വിലയിരുത്തുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുക അസാധ്യമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. അതേസമയം ജനങ്ങൾക്ക് കൂടി ബോധ്യമാകുന്ന തരത്തിൽ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് സുതാര്യത ഉറപ്പാക്കുമെന്ന് രണ്ടംഗ ബെഞ്ച് വ്യക്തമാക്കി. വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തൊക്കെ ചെയ്തുവെന്ന് ജനങ്ങൾക്ക് കൂടി ബോധ്യപ്പെടട്ടെ എന്നുള്ളതാണ് കോടതിയുടെ നിലപാട്. അതേസമയം വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ആധാർ കൂടി പരിഗണിക്കുന്നത് ശരിയാകില്ലെന്ന് BJP നേതാവും അഭിഭാഷകനുമായ അശ്വിനി കുമാർ ഉപാധ്യായ വ്യക്തമാക്കി. ബീഹാറിൽ ലക്ഷക്കണക്കിന് റോഹിംഗ്യൻ അഭയാർത്ഥികളുണ്ട്. 3 മാസം കൊണ്ട് ആധാർ ലഭ്യമാകുമെന്നിരിക്കെ വിദേശത്തുള്ളവർ ഉൾപ്പെടെ വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കുമെന്നും അദ്ദേഹം വാദിച്ചു. എന്നാൽ ആധാർ വ്യാജമായി ഉണ്ടാക്കാൻ കഴിയുമെന്നതുപോലെ മറ്റു രേഖകളും വ്യാജമായി നിർമ്മിക്കാൻ കഴിഞ്ഞേക്കില്ലേ എന്ന് കോടതി ചോദിച്ചു. ഉപാധ്യായയുടെ ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. ഇതുമായി ബന്ധപ്പെട്ട ഹർജികൾ ഒക്ടോബർ 7-ന് വീണ്ടും പരിഗണിക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ദോഹയിലെ ഇസ്രയേൽ ആക്രമണത്തിന് പിന്നാലെ വിളിച്ചു ചേർത്ത അടിയന്തര അറബ് ഇസ്ലാമിക് ഉച്ചകോടി ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ തുടങ്ങി. ഇസ്രയേലിന്റെ നീക്കത്തെ സംബന്ധിച്ച് രൂക്ഷ വിമർശനമാണ് ഉച്ചകോടിയിൽ വിവിധ നേതാക്കൾ ഉന്നയിച്ചത്. ഹമാസ് നേതാക്കളെ വധിക്കാനായിരുന്നു ലക്ഷ്യമെങ്കിൽ മധ്യസ്ഥ ചർച്ച എന്തിന് എന്ന് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി ഉച്ചകോടിയിൽ ചോദിച്ചു. അറബ് സമാധാന നീക്കങ്ങൾ ഇസ്രയേൽ അംഗീകരിച്ചിരുന്നുവെങ്കിൽ അത് മേഖലയെ നിരവധി ദുരന്തങ്ങളിൽ നിന്നും ഒഴിവാക്കാമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കുന്നതിനും ഇസ്രയേൽ ആക്രമണത്തെ നേരിടുന്നതിനും ആവശ്യമായതെല്ലാം ചെയ്യുമെന്ന് ഖത്തർ അമീർ വ്യക്തമാക്കി. ഗസയ്ക്കെതിരായ ഇസ്രയേൽ യുദ്ധം ഉന്മൂലനനാശത്തിനുള്ള യുദ്ധമായി മാറിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഉച്ചകോടിയിൽ സംസാരിച്ച വിവിധ നേതാക്കളും ഇസ്രയേലിന്റെ നടപടിയെ രൂക്ഷമായി വിമർശിച്ചു. ഖത്തർ അമീറിന് പുറമെ UAE വൈസ് പ്രസിഡന്റ്, തുർക്കി, ഈജിപ്ത് പ്രസിഡന്റുമാർ, കുവൈറ്റ് കിരീടാവകാശി, ഒമാൻ ഉപപ്രധാനമന്ത്രി, സിറിയൻ ഇടക്കാല പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്ര നേതാക്കളും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ, അറബ് ലീഗ് നേതാക്കളുമാണ് അടിയന്തര ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. ഓഗസ്റ്റ് മാസത്തിലെ ICC മെൻസ് പ്ലെയർ ഓഫ് ദ മന്ത് ഇന്ത്യൻ പേസ് ബൗളർ മുഹമ്മദ് സിറാജിനെ തെരഞ്ഞെടുത്തു. ഓവലിൽ നടന്ന ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫിയിലെ അവസാന ടെസ്റ്റ് മത്സരത്തിലെ മികച്ച പ്രകടനമാണ് സിറാജിനെ നേട്ടത്തിന് അർഹനാക്കിയത്. 2 ഇന്നിംഗ്സുകളിലായി 9 വിക്കറ്റുകൾ സിറാജ് നേടി. ന്യൂസിലൻഡിന്റെ മാറ്റ് ഹെൻഡിയെയും വെസ്റ്റ് ഇൻഡീസിന്റെ ജെയ്ഡൻ സീലിനെയും പിന്തള്ളിയാണ് സിറാജിന്റെ നേട്ടം. ഏഷ്യാ കപ്പിൽ ഇന്ത്യ-പാകിസ്ഥാൻ ഗ്രൂപ്പ് മത്സരം അവസാനിച്ചിട്ടും വിവാദങ്ങൾ തുടരുന്നു. മാച്ച് റഫറിക്കെതിരെ പരാതിയുമായി പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് രംഗത്തെത്തി. ടോസ് ഇടുന്ന സമയത്ത് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന് കൈകൊടുക്കരുതെന്ന് മാച്ച് റഫറി ആൻഡി പൈക്രോഫ്റ്റ് പാകിസ്ഥാൻ ക്യാപ്റ്റൻ സൽമാൻ അഖയോട് ആവശ്യപ്പെട്ടുവെന്നും ഇതിൽ പ്രതിഷേധം അറിയിക്കുന്നുവെന്നും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് പ്രസ്താവനയിൽ പറഞ്ഞു. പൈക്രോഫ്റ്റിനെ പുറത്താക്കണമെന്ന ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ സെപ്റ്റംബർ 17-ന് UAE-ക്കെതിരായ അടുത്ത മത്സരം ബഹിഷ്കരിക്കുമെന്നാണ് പാകിസ്ഥാൻ നിലപാട്. ഏഷ്യാ കപ്പിൽ ഒമാനെതിരെ UAE-ക്ക് 42 റൺസ് ജയം. ആദ്യം ബാറ്റ് ചെയ്ത UAE 5 വിക്കറ്റ് നഷ്ടത്തിൽ 172 റൺസ് എടുത്തു. അർദ്ധ സെഞ്ചുറി നേടിയ മുഹമ്മദ് വസീം, അലീഷ ഷറഫു എന്നിവരുടെ പ്രകടനമാണ് UAE-ക്ക് ഭേദപ്പെട്ട സ്കോർ സമ്മാനിച്ചത്. മറുപടി ബാറ്റിംഗിൽ ഒമാന് 130 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. UAE-ക്കായി ജുനൈദ് സദ്ദിഖ് 4 വിക്കറ്റ് വീഴ്ത്തി.